നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 30 ദിവസം കൊണ്ട് അധ്യാത്മ രാമായണം എന്ന പരമ്പരയുടെ 2ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം ശ്രീരാമൻ്റെ അവതാരത്തിൻ്റെ പശ്ചാത്തലവും ജനനവും വരെ വായിച്ചു. ഇന്ന് ബാലകാണ്ഡത്തിൽ 6 മുതൽ 10 വരെ അധ്യായങ്ങളാണ് പരിചയപ്പെടുന്നത്. ഈ ഭാഗത്തിൽ അയോധ്യയിൽ ശ്രീരാമനും സഹോദരരും വളർന്നു വിദ്യകൾ അഭ്യസിക്കുന്നതും അവരുടെ വിനയവും അനുസരണയും ധാർമ്മികമായ ജീവിതവും മനോഹരമായി അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോഴാണ് മഹാതപസ്വിയായ വിശ്വാമിത്ര മഹർഷിയുടെ അയോധ്യയിൽ എത്തുന്നത്. തൻ്റെ യാഗം രാക്ഷസന്മാർ നശിപ്പിക്കുന്നതിനാൽ അതിന് സംരക്ഷണമായി ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂടെ അയക്കണമെന്നും അദ്ദേഹം ദശരഥർ മഹാരാജാവിനോട് അഭ്യർത്ഥിക്കുന്നു. ഈ അപേക്ഷ കേട്ട ദശരഥൻ ആദ്യം ആശങ്കപ്പെടുന്നു. തൻ്റെ പ്രിയപ്പെട്ട മക്കളെ വനത്തിലേക്ക് അയക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ല. എന്നാൽ ഗുരുവായ വശിഷ്ഠ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ച് വിശ്വാമിത്രനോടൊപ്പം രാമനെയും ലക്ഷ്മണനെയും അയക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു യഥാർത്ഥ ഗുരു ശിഷ്യനെ സുരക്ഷിതമായ വഴിയിലേക്ക് മാത്രമല്ല, ജീവിതത്തിൻ്റെ വലിയ ദൗത്യങ്ങളിലേക്കും നയിക്കുമെന്നതാണ്. ശ്രീരാമനും ലക്ഷ്മണനും യാതൊരു മടിയും കൂടാതെ ഗുരുവിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു. അവർ അധികാരത്തിൻ്റെയും ബലത്തിലല്ല, വിനയത്തിൻ്റെ ശക്തിയിലാണ് മുന്നേറുന്നത്. ഇന്നത്തെ ജീവിതപാഠം: നമ്മുടെ ജീവിതത്തിൽ അനുഭവവും അറിവുമുള്ള ആളുകളുടെ നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നാം തയ്യാറാകണം. ചിലപ്പോൾ ജീവിതത്തിൽ വലിയ വളർച്ച നമ്മുടെ സൗകര്യങ്ങളുടെ പരിധിക്ക് പുറത്തേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോഴും ആരംഭിക്കുന്നത് ദശരഥൻ്റെ ത്യാഗവും വിശ്വാമിത്രൻ്റെ മാർഗനിർദ്ദേശവും ശ്രീരാമൻ്റെ അനുസരണയും നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് ബാലകാണ്ഡം 6 മുതൽ 10 വരെ ഭക്തിയോടെ വായിക്കൂ. വായനയോടൊപ്പം അതിൻ്റെ അർത്ഥവും ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കൂ. നാളെ വീഡിയോയിൽ ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വനയാത്ര ആരംഭിക്കുന്നതും താടകവധവും ഉൾപ്പെടെ സംഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആത്മീയ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരാൻ ധന്യ അൺസ്ക്രിപ്റ്റഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശ്രീരാമ ജയ രാമ. നന്ദി. നാളെ വീണ്ടും കാണാം.